ഹായ് കൂട്ടുകാരെ, ഇന്ന് ചക്കയാണ് കേട്ടോ. ഒരു ചക്ക കിട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഇന്ന്. ചക്ക പറിച്ചു കഴിഞ്ഞാൽ ആരാ കഴിക്കാതിരിക്കുക? ചക്ക കണ്ടാൽ ഒരു വീക്ക്നെസ്സാണ്. ചക്ക മാങ്ങ അതൊന്നും വിടില്ല. ഞാൻ കഴിക്കണ കാണുമ്പോൾ എന്നെ കളിയാക്കിയിട്ട് അവിടെ ഒരാൾ വീഡിയോ എടുക്കണം എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ കഴിക്കാണ്ടിരിക്കുമോ? നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ബാക്കി ചെയ്യുന്നു. ഇത് ഇന്ന് ചക്ക കുക്കറിൽ എങ്ങനെ വരട്ടാന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഉരുളിയൊന്നും വെക്കാണ്ട് കുക്കറിലാണ് ഇന്ന് ചക്ക വരട്ടുന്നത്. ചക്കയെല്ലാം നല്ലതുപോലെ പറിച്ചിട്ടതിന് ശേഷം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. കാരണം അതിൽ ഈ കല്ലും മണ്ണൊക്കെ ഉണ്ടാവില്ലേ, ചക്ക പറമ്പിൽ വീഴുന്നതല്ലേ. അപ്പോൾ അതൊക്കെ കഴുകി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിയണം. അത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരു കുക്കറിൽ. കുഴപ്പമില്ല, അത് മതി. കണ്ടു, കഴുകി അരിഞ്ഞപ്പോൾ ഇത്രയുണ്ട്. ഇനി ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കണില്ല. വെള്ളത്തിന് പകരം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ശർക്കര ഉരുക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ആ വെള്ളത്തിൽ അത് വേവും, ശർക്കര പാനിയിൽ. അപ്പോൾ നമുക്ക് ശർക്കര ഉരുക്കാൻ വയ്ക്കാം. ഒരു 1/2 കിലോനോളം ശർക്കര എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് പാനിയാക്കും. ശർക്കര നല്ലതുപോലെ ഉരുക്കി ഒഴിച്ചിട്ട് ഒരു 3-4 വിസിലടിക്കാം കുക്കറിൽ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ പിന്നെ അതെടുത്തൊരു മിക്സിയിലിട്ട് അരക്കിലൊന്നുമില്ല. അപ്പോൾ അത് അതിൽ തന്നെ കിടന്ന് നല്ലതുപോലെ വേവണം. ഇനി നമുക്കിത് അരിച്ചൊഴിക്കാം. നല്ല കല്ലോ കരടൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളൂല്ലോ. കണ്ടു, നല്ലതുപോലെ വെള്ളമുണ്ട്. കണ്ടു, വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ചക്കയിലുള്ള വെള്ളം കൂടി ഇറങ്ങിയാൽ നല്ലതാണ്. ആ കുക്കർ അടച്ചൊരു 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ. അടി പിടിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ചക്കയിൽ വെള്ളമുള്ളതല്ലേ. പിന്നെ വെള്ളം നമുക്ക് വറ്റിക്കും വേണമല്ലോ. അതാണ് 4 വിസിലടിച്ച് വേവിക്കാൻ പറയുന്നത്. പിന്നീട് ചൂടാറിയതിന് ശേഷം അത് തുറന്നാൽ അത് ഇതുപോലെ ഇരിക്കും. കണ്ടു, ഇനി ഇത് നമ്മൾക്ക് കുറേശ്ശെ ഈ ഉടച്ചെടുക്കണത് നല്ലതുപോലെ വെന്ത് വരുന്നതോട് കൂടിയിട്ട് അത് ഉടഞ്ഞ് കിട്ടും. അത് വേറെ സെപ്പറേറ്റ് എടുത്തിട്ട് അരച്ചുണ്ടാക്കൊന്നും വേണ്ട. പിന്നെ നല്ലതുപോലെ ചൂടായി കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിക്കുന്നത് കണ്ട. ഒന്നില്ലെങ്കിൽ ഒരു അടപ്പെടുത്ത് പകുതി അടച്ചു പിടിക്കുക, എന്നിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് പൊട്ടിത്തെറിക്കില്ല. പിന്നെ ഒരു 2 പ്രാവശ്യം ഓഫാക്കി ഓണാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ആ കുക്കറിൻ്റെ ചൂടിൽ അത് ഇരുന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ആ വെള്ളമൊക്കെ പൊട്ടിത്തെറിക്കുമ്പോഴേ അത് പോവണ്ടേ, അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ച് വരട്ടിയെടുക്കണത്. നമുക്കത് വരണ്ട് കിട്ടണ്ടേ. നല്ലതുപോലെ വരട്ടി വെക്കണമെന്നില്ല. ഇതെനിക്ക് കുറച്ച് അടയിട്ടാക്കണം, കുറച്ച് പായസം വെക്കണം, അത്ര തന്നെയുള്ളൂ. നമുക്കത് കണ്ടു ഇതേപോലെ അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് പൊട്ടിത്തെറിച്ച് പൊള്ളൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആകെ പൊട്ടിത്തെറിച്ച് അടുപ്പൊക്കെ വൃത്തികേടായിട്ട് എടുക്കും. നമ്മുടെ ചക്ക വരട്ടിയത് ശരിയായി തുടങ്ങി. ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ശരിയായി വെള്ളം വറ്റി തുടങ്ങി. നല്ലതുപോലെ ഇതിൽ തന്നെ വരട്ടി എടുത്ത് വയ്ക്കുക കേട്ടോ. എടുത്ത് വയ്ക്കാനുള്ളത് ഇതിൽ തന്നെ വരട്ടാം, അല്ലാണ്ട് ഉരുളിയുടെ ആവശ്യമൊന്നുമില്ല. ഇത്രയും കുറച്ച് വരട്ടാൻ എന്തിനാ ഉരുളി? കണ്ടു, നല്ലതുപോലെ. താങ്ക് യു ഫോർ വാച്ചിങ്.